സ്ത്രീകൾക്ക് മരണക്കെണി ഒരുക്കുന്ന ഭർതൃവീടുകൾ. ഭയാനകമായ കാഴ്ചകളാണ് കേരളത്തിലെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭർതൃമാതാപിതാക്കളുടെയും ക്രൂരതകളും പീഡനങ്ങളും സഹിച്ച് മടുത്ത് സ്വയം തൂക്കുകയറിന് വിധിക്കപ്പെടുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ ഉലയുന്നുണ്ടല്ലേ. ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെയും അതുല്യയുടെയും ദുരിതകഥകൾ ഒറ്റപ്പെട്ടതല്ല. കണ്ണൂർ പഴയങ്ങാടിയിലെ റീമയും പാലക്കാട് ആലത്തൂരിലെ നേഘയുമാണ് ഭർതൃപീഡനത്തിൻ്റെ ഒടുവിലത്തെ ഇരകൾ. ഇതോടൊപ്പം കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശിനി ജാസ്മിൻ നേരിട്ട ക്രൂരതകളും കരളലിയിപ്പിക്കുന്നതാണ്. എന്താണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സംശയരോഗവും ലഹരിയുമാണോ കുടുംബങ്ങളിൽ വില്ലനാകുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വീട്ടിൽ വെച്ച് കുടഞ്ഞു വീണെന്ന് പറഞ്ഞാണ് പാലക്കാട് ആലത്തൂരിലെ നേഘയെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ കഴുത്തിൽ കയർ മുറുക്കിയതിന് സമാനമായ പാട് കണ്ടതോടെ ആശുപത്രി അധികൃതർക്ക് സംശയം. പിന്നാലെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മരണത്തിൽ സംശയമുയർന്നത്. അമ്മയുടെ മരണം മുന്നിൽ കണ്ട 2.5 വയസ്സുകാരിയായ മകൾ ഇപ്പോഴും ആ നടുക്കത്തിലാണ്. സംഭവത്തിൽ ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. നേഘ ആത്മഹത്യ ചെയ്യില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് മാതാപിതാക്കളുടെ ആവശ്യം. ആലത്തൂർ തോണിപ്പാടം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഘയെ ബുധനാഴ്ച രാത്രിയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് പ്രദീപിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ ഭർത്താവിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും രംഗത്തെത്തി. നേഘയെ മുൻപും ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. പ്രദീപിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മകളെ കൊന്നതാണെന്നും നേഘയുടെ അമ്മ ജയന്തി പറഞ്ഞു. മകളുടെ കഴുത്തിൽ പാടുകളുണ്ട്. കഴിഞ്ഞ രാത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. നാളെ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. പിന്നീട് രാത്രി 12 മണിക്ക് ഭർത്താവ് വിളിച്ച് നേഘ മരിച്ചെന്ന് പറയുകയായിരുന്നു. ആലത്തൂരിലെ ആശുപത്രിയിലെത്തുമ്പോൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ഭർത്താവ് പ്രദീപ് ഉപദ്രവിക്കാറുണ്ടെന്ന് നേഘ പറഞ്ഞിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. കണ്ണമ്പ്ര കാരപ്പറ്റ സ്വദേശിയായ മുൻ സൈനികൻ സുബ്രഹ്മണ്യന്റെ മകൾ നേഘയും പ്രദീപും 5 വർഷം മുൻപാണ് വിവാഹിതരായത്. 2 വർഷത്തോളം മക്കളുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രദീപ് മർദ്ദിച്ചിരുന്നെന്ന് പരാതിയുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂവെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ഭർതൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല. എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുഞ്ഞിനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞിനെയും കുട്ടി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യമാണിത്. PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പിൽ ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ്. ഭർത്താവുമായി അകന്ന് സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന റീമ കഴിഞ്ഞ ദിവസമാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റീമ ഭർത്തൃവീട്ടിൽ അനുഭവിച്ചത് കൊടിയ മാനസിക പീഡനമെന്ന് തെളിയിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ. ഭർത്തൃമാതാവിൻ്റെയും ഭർത്താവിൻ്റെയും മാനസിക പീഡനം താങ്ങാൻ കഴിയുന്നില്ലെന്നും പിഞ്ചുമകൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ലെന്നും റീമ കുറിപ്പിൽ പറയുന്നു. എൻ്റെയും മോൻ്റെയും മരണത്തിന് ഉത്തരവാദി എൻ്റെ ഭർത്താവ് കമൽരാജും അയാളുടെ അമ്മ പ്രേമയുമാണ്. അമ്മയുടെ വാക്കുകേട്ട് എന്നെ കുറ്റപ്പെടുത്തി. സ്വന്തം ഭാര്യയെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഇറക്കിവിട്ടിട്ട് ആ കുഞ്ഞിനെ അന്വേഷിക്കാത്ത മനുഷ്യൻ
ഇപ്പോൾ കുട്ടിയെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല. എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. അവർ എന്നോട് പോയി ചാകാൻ പറഞ്ഞു. ഭർത്തൃമാതാവ് എപ്പോഴും വഴക്ക് പറയും. എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കുമെന്നും കുറിപ്പിലുണ്ട്. കൊന്നാലും ചത്താലും കുറ്റം ചുമത്തിയവരൊക്കെ പുറത്ത് സുഖജീവിതം നയിക്കും. കുറ്റബോധം പോലുമില്ല. നിയമങ്ങൾ അവർക്ക് സപ്പോർട്ടാണ്. അയാൾക്ക് അമ്മയാണ് എല്ലാമെങ്കിൽ എന്തിന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നു? ഞങ്ങളെ എവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചുകൂടെ? എനിക്ക് മോൻ്റെ കൂടെ ജീവിച്ച് മതിയായില്ല. ഇനി ഒന്നിനുമില്ല. ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിനും നീതി കിട്ടില്ല. ഞങ്ങളെപ്പോലെയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുന്ന നിയമമാണ് ഈ നാട്ടിലുള്ളതെന്നും PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ റിമ പറയുന്നു. എപ്പോഴും ഭർത്തൃമാതാവ് തന്നെ വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഭർത്താവുമായി തമ്മിൽ തല്ലിക്കുകയായിരുന്നുവെന്നും കുറിപ്പിലുണ്ട്. 2015 കമൽരാജിനെ റീമ വിവാഹം ചെയ്തത്. ഉപദ്രവം കലശലായതോടെ കഴിഞ്ഞ മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകി. പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന റീമ 3 വയസ്സുകാരൻ മകൻ കൃഷിവുമായാണ് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് ചാടിയത്. സംഭവത്തിന് 2 ദിവസം മുൻപ് റീമയെ ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മകനെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശിനി വിഭജികയുടെ ദുരിത ജീവിതം ഇനി ഒരു പെൺമക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി അമ്മ ശൈലജ നിയമ പോരാട്ടത്തിലാണ്. എന്നാൽ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിച്ചത് കേസിന് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ട്. അതിനാൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയ വിഭജികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. മരണശേഷം വിഭജികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റായത് അന്വേഷിക്കണം. കേസുമായി ഏതറ്റം വരെയും പോകാനാണ് വിഭജികയുടെ കുടുംബത്തിൻ്റെ തീരുമാനം. അതിനിടെ ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു. ഇതിനായി ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ജൂലൈ 8-നായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭജികയും 2.5 വയസ്സുകാരി മകൾ വൈഭവിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തുടർന്ന് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തിയായിരുന്നു വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. വിഭജികയുടെ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ മൃതദേഹം എംബാം ചെയ്തപ്പോൾ സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മകൾ വൈഭവിയുടെ സംസ്കാരം നേരത്തെ ഷാർജയിൽ നടന്നിരുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനിടെ വിഭജികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന് സഹോദരൻ വിനോദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണശേഷം വിഭജികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റായെന്നാണ് സഹോദരന്റെ ആരോപണം. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുകയാണെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചും ഭർത്താവ് നിതീഷിന്റെ വൈകൃതങ്ങളെക്കുറിച്ചും വിഭജിക കുറിച്ചിരുന്നു. ഭർത്താവിന്റെ പിതാവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വിഭജിക എഴുതിയിരുന്നു. മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്തൃപിതാവിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് നിതീഷ് സ്വീകരിച്ചതെന്നും വിഭജികയുടെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. നിതീഷിനും പിതാവിനും പുറമെ ഭർത്തൃ സഹോദരിക്കെതിരെയും വിഭജിക ആരോപണം ഉന്നയിച്ചിരുന്നു. താൻ മരിച്ചാൽ ഈ 3 പേർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും വിഭജിക ആവശ്യപ്പെട്ടിരുന്നു. വിഭജികയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര.
കൊല്ലം പൂയപ്പള്ളി സ്വദേശിനി ലിവിന ഗൾഫിൽ നിന്നെത്തിയത് വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുടുംബം കല്യാണാലോചനകളൊക്കെ നടത്തി വരുന്ന സമയം. അതിനിടെ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? 26-കാരി ലിവിന സുരേഷിൻ്റെ ആത്മഹത്യ പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. രാവിലെ മുറിയുടെ വാതിൽ തുറക്കാതെ വന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ് മകളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പൂയപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. അഞ്ച് ദിവസം മുൻപാണ് ലിവിന ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത്. അച്ഛൻ, മുത്തച്ഛൻ എന്നിവരോടൊപ്പമായിരുന്നു നാട്ടിൽ താമസിച്ചത്. ലിവിനയുടെ അമ്മ വിദേശത്താണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിച്ച് വീടിന് മുകളിലത്തെ നിലയിൽ വാതിലടച്ച് കിടന്നുറങ്ങിയതായിരുന്നു ലിവിന. ഉച്ചയായിട്ടും യുവതി മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത്. പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ലിവിനയോട് അടുപ്പമുള്ളവരുടെയും അയൽവാസികളുടെയും മൊഴികൾ രേഖപ്പെടുത്തി. ഗൾഫിൽ നിന്നും എത്തിയതിനു ശേഷം വിവാഹം നടത്തുന്നതിനായുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ തുടങ്ങി വരവെയാണ് ലിവിന ജീവനൊടുക്കിയതെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പൂയപ്പള്ളി പോലീസ് അറിയിച്ചു. ലിവിനയുടെ മൊബൈൽ ഫോണും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 കൊട്ടാരക്കര. എൻ്റെ തന്തയും ചത്തു, സഖാവ് VS ചത്തു, ഗാന്ധിയും നെഹ്റുവും ഇന്ദിരയും ചത്തു. നടൻ വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച അധിക്ഷേപ പരാമർശങ്ങളാണിത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖർക്കെതിരെയാണ് വിനായകൻ മോശമായ പരാമർശം നടത്തിയത്. VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നടൻ വിവാദ പോസ്റ്റിട്ടത്. രാഷ്ട്രപിതാവിനെ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിച്ച വിനായകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ ഫേസ്ബുക്കിലാണ് നടൻ വിനായകൻ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിലാണ് വിനായകന്റെ മോശപ്പെട്ട പരാമർശങ്ങൾ. VSന് പുറമെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. എന്റെ തന്തയും ചത്തു, സഖാവ് VSും ചത്തു എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, K കരുണാകരൻ, ജോർജ് ഈഡൻ തുടങ്ങിയവരുടെ എല്ലാം മരണത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പരാമർശം പഴയതിനേക്കാൾ കടുത്തതാണ്. VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെക്കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്തു വന്നത്. ഇവരുടെ അധിക്ഷേപങ്ങളുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് വിവാദ പരാമർശങ്ങൾ. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്തും സമാനമായ അധിക്ഷേപവുമായി വിനായകൻ രംഗത്തെത്തിയിരുന്നു. വിനായകന്റെ പുതിയ പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നുകഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് നടനെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രപിതാവിനെ ഉൾപ്പെടെ അധിക്ഷേപിച്ച വിനായകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് പരാതി നൽകിയത്. ന്യൂസ് 18 കൊച്ചി.
സമൂഹം എത്ര ജാഗ്രത കാട്ടിയിട്ടും കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നിരന്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നു. എറണാകുളം പെരുമ്പാവൂരിലും പാലക്കാട് മണ്ണാർക്കാടും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമമുണ്ടായി. പെരുമ്പാവൂരിൽ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതിയെ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് 10ാം ക്ലാസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നത് പെരുമ്പാവൂരിൽ നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിനെ മധ്യവയസ്കനായ ഒരാൾ കടന്നുപിടിച്ചത്. അറക്കപ്പടി വലിയകുളം സ്വദേശി രാജനാണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെ റോഡിലൂടെ ഒറ്റയ്ക്ക് വന്ന പെൺകുട്ടിയെ ഇയാൾ കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു. കുട്ടി ഒച്ചവെച്ചതിനെ തുടർന്ന് രാജൻ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ നാട്ടുകാർ ചേർന്ന് പ്രതിയെ പിടികൂടി. പെൺകുട്ടിയുടെ പരാതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് പ്രതിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പ്രതി മുൻപും സമാനമായ കേസിൽ പ്രതിയാണ്. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമാന സാഹചര്യം തന്നെ പാലക്കാട് മണ്ണാർക്കാട് ഒരു ആൺകുട്ടിക്കും നേരിടേണ്ടി വന്നു. ഭീമനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന ആൺകുട്ടിക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്താണ് കരിമ്പ പള്ളിപ്പടി സ്വദേശി അബ്ദുള്ള അവനെ ഒപ്പം കൂട്ടിയത്. കുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ഭീമനാട് എന്ന സ്ഥലത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. പ്രതിക്കെതിരെ പോക്സോ ചുമത്തി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അയൽവാസിയായ രാജ്യത്തിൻ്റെ അസഭ്യവർഷം ആ 18-കാരിയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ അനുഷയുടെ ആത്മഹത്യക്ക് കാരണം അധിക്ഷേപ വാക്കുകളായിരുന്നു. പെൺകുട്ടി ജീവനൊടുക്കിയ കേസിൽ അയൽവാസിയായ സ്ത്രീയുടെ പങ്ക് വ്യക്തമായതോടെ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. വെണ്ണിയൂർ നെല്ലിവിള സ്വദേശിനി രാജ്യത്തിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽവാസിയുടെ അസഭ്യവർഷത്തെ തുടർന്നുള്ള മനോവിഷമമാണ് മകളുടെ ആത്മഹത്യക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പരാതി നൽകിയിരുന്നു. വെണ്ണിയൂർ നെല്ലിവിള സ്വദേശികളായ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസിയായ സ്ത്രീ അസഭ്യവാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിൽ മനംനൊന്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. അസഭ്യം പറഞ്ഞത് അനുഷയ്ക്ക് ഏറെ വിഷമമുണ്ടാക്കി. ഇതേ തുടർന്ന് പെൺകുട്ടിക്കുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. പിന്നീട് കുടുംബം നൽകിയ പരാതിയിലാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി അയൽവാസിയായ രാജ്യത്തെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിന്റെ മകൻ 2ാം വിവാഹം ചെയ്തിരുന്നു. ഇതറിഞ്ഞ് മകന്റെ ഭാര്യ ഇവിടെ എത്തി. മരിച്ച അനുഷയുടെ വീട്ടുവളപ്പിലൂടെ കയറിയാണ് ഇവർ രാജ്യത്തിന്റെ വീടിനടുത്തെത്തിയതെന്ന് ആരോപിച്ചായിരുന്നു അനുഷയെ രാജം അസഭ്യം പറഞ്ഞത്. ഇതിൽ മനംനൊന്ത അനുഷ വീടിന്റെ 1ാം നിലയിൽ കയറി മുറിയടച്ച് തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. അനുഷ ധനുവച്ചുപുരം ITI 1ാം വർഷ ക്ലാസ്സിൽ പ്രവേശനം നേടിയിരുന്നു. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തുവെന്ന് വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അക്കാദമിക് സമ്മർദ്ദത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകളാകുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വലിയ സ്വപ്നങ്ങളുമായി എത്തിയതായിരുന്നു ഒഡീഷ സ്വദേശിനി റൂബി പട്ടേൽ. ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്ന റൂബിയുടെ മരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും പെൺകുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല. റൂബിയുടെ കുടുംബം നീതി തേടി ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. ഗൈഡിൻ്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു.
ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഏപ്രിൽ 2 പെരിയ കേന്ദ്ര സർവകലാശാല ഗവേഷക വിദ്യാർത്ഥിനി ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെ ഹോസ്റ്റലിലെ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 1 വർഷം പിന്നിട്ടിട്ടും റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ലെന്നും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു. ഏപ്രിൽ 13 ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റൂബിയുടെ ഗൈഡിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന സംശയമാണ് കുടുംബത്തിനുള്ളത്. ഒരു വിഷയാവതരണത്തിന് പിന്നാലെ ഗവേഷണത്തിന് യോഗ്യല്ലെന്നും തന്റെ വില കളയരുതെന്നും ഗൈഡ് പറഞ്ഞതായി റൂബി സഹോദരി നിഷ പട്ടേലിനോട് പറഞ്ഞിരുന്നു. അക്കാദമിക് സമ്മർദ്ദത്തിന്റെയും പീഡനത്തിന്റെയും പ്രധാന ഉറവിടം അദ്ദേഹമായിരുന്നു. ഇതാണ് റൂബിയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് സഹോദരി ഡോക്ടർ ആശാറാണി പട്ടേൽ ആരോപിച്ചു. They have given this assurance like from now onwards. Yesterday he asked me also like you send one fresh mail because I have appointed newly. So he directed me how to send that mail to whom I have to address and all. So I have sent it and now I am hopeful that I'll receive this message reply from them. So these are the things. But I have again fear like. When I'm here inside, here physically present here in the university campus, I'm getting very good responses. But the moment I'm leaving from the university, it's very unfortunate to say like I'm not giving a good kind of responses from here. So this is very unfortunate thing. 3 തവണ UGC നെറ്റ് പാസ്സാവുകയും ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്ത വിദ്യാർത്ഥിനിയായിരുന്നു റൂബി. സംഭവ ദിവസം വൈകിട്ട് ഗൈഡിന്റെ ക്യാബിനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന റൂബിയെ കണ്ട സഹപാഠികളുണ്ട്. അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റൂബിയുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും 1 വർഷം കഴിയുമ്പോഴും അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ആരോപണ വിധേയനായ അധ്യാപകനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർവകലാശാല സ്വീകരിക്കുന്നതെന്ന് കുടുംബം കുറ്റപ്പെടുത്തി. We have lost our precious life of my sister, and that is not only losing life of a family member, that is losing peace of each and everyone every day. Since it is 1 year over, we are feeling like the same day is here. We are not able to forget the moment and all the scenes, all the memories, everything. But at least they can't give us back to my sister, but at least they can cooperate me for all these things. അതേസമയം റൂബി പട്ടേലിന് വിഷാദരോഗമുണ്ടായിരുന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ ഈ വാദം റൂബിയുടെ കുടുംബം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് കുടുംബം പരാതി നൽകി. ന്യൂസ് 18 കാസർഗോഡ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിലും എന്താണ് നിലവിലെ സാഹചര്യമെന്ന് അറിയണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷയുടെ മോചനത്തിനായി നിരന്തരം ഇടപെടൽ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലും മോചന നീക്കങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് പ്രതീക്ഷകൾ. അതിനിടെ താൻ യമനിൽ വീട്ടുതടങ്കലിലാണെന്ന വാദം തള്ളി നിമിഷയുടെ അമ്മയും രംഗത്തെത്തി. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പ്രേമകുമാരി താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി നൽകിയത്. താൻ യമനിൽ വീട്ടുതടങ്കലിലാണെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഭക്ഷണത്തിനും മരുന്നിനും പ്രതിസന്ധിയില്ലെന്നും അവർ വ്യക്തമാക്കി. നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് മോചന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന പണ്ഡിതന്മാർ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. നിമിഷയുടെ മോചന ശ്രമങ്ങളിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കാന്തപുരം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു.
തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി ദിയാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരണയിലെത്തിക്കാൻ മാത്രമേ ചർച്ചകളിലൂടെ കഴിയൂ. അനുബന്ധ നിയമ നടപടികളിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ഇടപെടലാണ് വേണ്ടത്. യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കാന്തപുരത്തിന്റെ അഭ്യർത്ഥന. നിമിഷപ്രിയയുടെ കുടുംബത്തിന് സാധ്യമായ സഹായമെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സൗഹൃദ സർക്കാരുകളുടെ സഹായം നിമിഷപ്രിയ കേസിൽ തേടിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. അതാണ് മൂവാറ്റുപുഴ ട്രാഫിക് സ്റ്റേഷനിൽ സംഭവിച്ചത്. പെറ്റി കേസിലെ പിഴത്തുക അടിച്ചുമാറ്റിയെന്ന പരാതിയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. മൂവാറ്റുപുഴ വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ ശാന്തികൃഷ്ണ 16 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചെടുത്തെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററായിരുന്ന സമയത്താണ് ക്രമക്കേട് കാട്ടിയത്. വർഷങ്ങളായി നടത്തിവന്ന വലിയ തിരിമറിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2018 ജനുവരി 1 മുതൽ 2022 ഡിസംബർ 31 വരെയുള്ള പിഴത്തുകയിലാണ് തിരിമറി നടന്നത്. ട്രാഫിക് പോലീസ് പിഴ അടപ്പിച്ച് പിരിച്ചെടുത്ത തുക മുഴുവൻ ബാങ്കിലടയ്ക്കാതെ രേഖകളിൽ കൃത്രിമം കാട്ടി തട്ടിയെടുത്തുവെന്നാണ് കേസ്. ട്രാഫിക് കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിഴയായി ഈടാക്കുന്ന തുക അതത് ദിവസം റൈറ്ററെ ഏൽപ്പിക്കുകയാണ് ഈ പോസ് യന്ത്രം വരുന്നതിന് മുൻപ് ചെയ്തിരുന്നത്. ഈ കണക്കുകൾ പോലീസ് സ്റ്റേഷനിലെ അക്കൗണ്ടിലും രജിസ്റ്ററുകളിലും ചേർത്ത ശേഷം ചെല്ലാൻ എഴുതി ബാങ്കിൽ അടയ്ക്കുന്നത് ചുമതലയുള്ള റൈറ്ററാണ്. രസീതുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചെല്ലാനിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്ത ഇവർ പണം അടച്ച ശേഷം ബാക്കി തുക എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. പലപ്പോഴും ഇരട്ടയക്കങ്ങൾ വരുന്ന ഘട്ടത്തിൽ ആദ്യമക്കം ഒഴിവാക്കി ബാങ്കിൽ അടച്ച ശേഷം തുക എഴുതി ചേർക്കും. പലതവണയായാണ് ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്തിയത്. ജില്ലാ പോലീസ് ഓഫീസിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രസീതുകളിൽ വ്യത്യാസം കണ്ടെത്തി. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഡേ ബുക്കും അക്കൗണ്ട് ബുക്കും രസീതും മാത്രമാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാറില്ല. അതിനാലാണ് ക്രമക്കേട് കണ്ടെത്താൻ വൈകിയത്. ഇത്തരത്തിൽ ട്രാഫിക് പെറ്റി കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ 16,76,650 രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. മൂവാറ്റുപുഴ ട്രാഫിക് SI ടി സിദ്ദിഖിനോട് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിരുന്നു. തുടർന്ന് ജൂലൈ 21-ന് SI നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു. തുടർന്നാണ് വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററായിരുന്ന ശാന്തികൃഷ്ണയാണ് സസ്പെൻഡ് ചെയ്തത്. നിലവിൽ മൂവാറ്റുപുഴ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥയായിരിക്കെയാണ് സസ്പെൻഷൻ. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഇടുക്കി വണ്ടൻമേട് നിന്ന് ഓട്ടോറിക്ഷ മോഷണം പോയ കേസാണ് പോലീസ് പടകൾ ഇനി പരിശോധിക്കുന്നത്. ചേറ്റുകുടി സ്വദേശി സനീഷിൻ്റെ ഓട്ടോറിക്ഷ കഴിഞ്ഞ ദിവസമാണ് രാത്രിയിൽ മോഷണം പോയത്. പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ മോഷണം പോയ ഓട്ടോറിക്ഷ പാടശേഖരത്തെ ചെളിയിൽ കണ്ടെത്തി. ഓട്ടോ പൂർണ്ണമായും തകർത്ത ശേഷം പാടത്തെ ചെളിയിൽ താഴ്ത്തിയതാകാമെന്നാണ് സംശയം. സംഭവത്തിൽ കേസെടുത്ത കമ്പംകെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേറ്റുകുഴി സ്വദേശി സനീഷ് ഓട്ടം പോയി തിരികെ വന്നാൽ വൈകുന്നേരങ്ങളിൽ ചേറ്റുകുഴി ആയുർവേദ ആശുപത്രിയുടെ സമീപമാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാറുള്ളത്. കഴിഞ്ഞ രാത്രി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയ ഓട്ടോറിക്ഷ രാവിലെ മുതൽ കാണാതായി. മോഷണം പോയ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോഴാണ് സമീപത്തെ പാടത്ത് ചെളിയിൽ താഴ്ന്നു കിടക്കുന്നതായി വിവരം ലഭിച്ചത്. ആയുർവേദ ആശുപത്രിയുടെ പാർക്ക് ചെയ്ത വാഹനമാണ്. രാത്രി 12 മണിയോടെ അടുത്ത സമയത്ത് ഒരു മോഷ്ടാക്കൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ഇതായിട്ട് വണ്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു. ഒരു കത്തറി താഴ്ചയിലുള്ള കൊക്കയിലോട്ട് മറിച്ചിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. പരാതി കൊടുക്കുകയും അവർ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്തു. ഓട്ടോറിക്ഷ തകർത്ത് ചെളിയിൽ താഴ്ത്തിയ നിലയിലാണ് കണ്ടെത്തിയത്.
നാട്ടുകാരും മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് JCBയുടെ സഹായത്തോടെ ഓട്ടോ റോഡിലെത്തിച്ചു. ഓട്ടോ പൂർണ്ണമായി തകർന്നതായി സൂചിപ്പിച്ച് കമ്പംകെട്ട് പോലീസിൽ പരാതി നൽകിയതായും സനീഷ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വ്യക്തിവിരോധത്തെ തുടർന്ന് നടത്തിയ ആക്രമണമാകാമെന്നാണ് സംശയം. ന്യൂസ് 18 ഇടുക്കി. പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് മക്കളുടെ സൗഹൃദങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുമൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ പോലും പല അച്ഛനമ്മമാരും തിരിച്ചറിയാറില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരി പ്രസവിച്ചതിന് പിന്നാലെയാണ് മകൾ ഗർഭിണിയായിരുന്നുവെന്ന് സ്വന്തം അമ്മ പോലും അറിയുന്നത്. പെൺകുട്ടി പ്രസവിച്ചത് 8ാം മാസത്തിലാണ്. സംഭവത്തെക്കുറിച്ച് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടില്ല. മകൾ ഗർഭിണിയായ വിവരം അറിയില്ലായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. കുട്ടിക്കാലത്ത് നൽകുന്ന വാത്സല്യം പോലെ തന്നെ കൗമാരപ്രായത്തിലും മക്കൾക്ക് മേൽ ഒരു കരുതലുണ്ടാകണം കേട്ടോ. അവരെ കേൾക്കാനും മനസ്സിലാക്കാനും മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നിങ്ങളുടെ വീടുകളിലും സംഭവിക്കില്ല. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.